ലാലേട്ടനെ നാലാമതും തോൽപ്പിച്ച നിവിൻ പോളി. ഈ ക്രിസ്മസിന് കേരള ബോക്സ് ഓഫീസിൽ ക്ലാഷ് വന്നത് ലാലേട്ടനും നിവിനുമായിരുന്നു. നിവിൻ സർവം മായയുമായി എത്തിയപ്പോൾ ലാലേട്ടൻ വൃഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രവുമായാണ് എത്തിയത്. കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെ നിവിൻ കടന്നു പോകുമ്പോൾ തന്റെ കരിയറിലെ തന്നെ സമീപകാലത്തെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ലാലേട്ടൻ കടന്നു പോകുന്നത്. എന്നാൽ ബോക്സ് ഓഫീസ് തൂക്കിയത് നിവിനാണെന്ന് മാത്രം. 70 കോടി ബജറ്റിലെത്തിയ ലാലേട്ടൻ ചിത്രത്തിന് വളരെ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ പലയിടത്തും ഷോകൾ ക്യാൻസൽ ആയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മറുവശത്താകട്ടെ നിവിൻ പോളി ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടുകയും 250-ലധികം ലേറ്റ് നൈറ്റ് ഷോകൾ കൂടിയിട്ടുമുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം 8 കോടി രൂപയാണ് സർവമായ കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ ചിത്രമാണെങ്കിലോ 1 കോടി പോലും കേരളത്തിൽ നിന്നും നേടിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല നിവിൻ ലാലേട്ടനെ തോൽപ്പിക്കുന്നത്. മുൻപ് 4 തവണ നിവിനും ലാലേട്ടനും തമ്മിൽ ക്ലാഷ് വന്നിട്ടുണ്ട്. 4 തവണയും ബോക്സ് ഓഫീസ് തൂക്കിയത് നിവിൻ തന്നെ. 2014-ലാണ് നിവിനും മോഹൻലാലും ആദ്യമായി ക്ലാഷ് വരുന്നത്. എന്നും എപ്പോഴുമായിരുന്നു ആ വർഷം ലാലേട്ടന്റേതായി പുറത്തിറങ്ങിയ ചിത്രം. എന്നാൽ 2 ആഴ്ച ഗ്യാപ്പിൽ വന്ന ഒരു വടക്കൻ സെൽഫി എന്ന നിവിൻ പോളി ചിത്രം വൻ വിജയം കരസ്ഥമാക്കി. ആ വെക്കേഷൻ കാലം ബോക്സ് ഓഫീസിൽ വടക്കൻ സെൽഫിക്ക് വട്ടം വയ്ക്കാൻ മറ്റാർക്കും സാധിച്ചിരുന്നതുമില്ല. 2017 ഓണത്തിന് മോഹൻലാൽ വെളിപാടിന്റെ പുസ്തകവുമായി എത്തിയപ്പോൾ നിവിന്റെ റിലീസ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയായിരുന്നു. റിലീസിന് മുൻപ് വലിയ ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു ലാൽ ജോസ് ഒരുക്കിയ വെളിപാടിന്റെ പുസ്തകം. എന്നാൽ അൽതാഫ് സലീം നിവിൻ പോളി കൂട്ടുകെട്ടിൽ പിറന്ന ഫീൽ ഗുഡ് ചിത്രം ആ ക്ലാഷിൽ വിജയിച്ചു. നിവിനും ലാലേട്ടനും പിന്നീട് മുഖാമുഖം വന്നത് 2019-ലെ ഓണത്തിനാണ്. ഇട്ടിമാണിക്ക് അന്ന് വട്ടം വച്ചത് ലവ് ആക്ഷൻ ഡ്രാമയും. ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടി. 6 വർഷത്തിനിപ്പുറം വീണ്ടും ഒരു ക്ലാഷിൽ ലാലേട്ടനെ പരാജയപ്പെടുത്തി നിവിൻ പോളി തന്റെ ട്രാക്കിലേക്ക് തന്നെ തിരികെ വന്നിരിക്കുകയാണ്.